നമ്മുടെ 7th ചാപ്റ്ററാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. 7ാമത്തെ ചാപ്റ്ററാണ്. സെക്കൻഡ് പാർട്ട് 2 ബുക്കിൽ 7ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു സെറ്റ് ഓഫ് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ, ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ യൂസ്ഡ് ഫോർ ഓൾട്ടറിങ്, ചേഞ്ചിങ് ദി നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ആ ഫ്ലോയിനെ അല്ലെങ്കിൽ നോർമൽ ഫ്ലോയിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഫ്ലോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, ഇത് എല്ലാ പ്രോഗ്രാമിലും ഉള്ളതാണ്. ഇനി യൂസിങ് നെയിം സ്പേസ് STR, അത് എല്ലാ പ്രോഗ്രാമിലാണ്. ഇൻഡിമിൻ എല്ലാത്തിലൂടെയാണ്. ഫ്ലവർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ് എല്ലാത്തിലും ഉള്ളതാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് എങ്കിൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമില്ലാത്തതായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. അതായത് കമ്പൈലർ ഈ ലൈനിൽ കയറുന്നു, ഇതിൽ കയറുന്നു, ഇതിൽ കയറുന്നു, കേളി ബ്രാക്കറ്റ് കയറും, ABCയിൽ കയറും, എൻ്റർ 2 വാല്യൂസ്, ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടിയും കടന്നു പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പൈലർ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടിയും കടന്നു പോവുകയാണെങ്കിൽ, ഇത് സ്റ്റേറ്റ്മെൻറ്റാണ്, കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ്സ് വിത്ത് സെമി കോളൻ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടിയും കടന്നു പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ നോർമൽ എക്സിക്യൂഷൻ. ഇങ്ങനെയുള്ള നോർമൽ എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നോർമൽ എക്സിക്യൂഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? അപ്പോൾ നമ്മുടെ ചില കണ്ടീഷൻസ് കൊടുക്കാം. കണ്ടീഷൻസ് കൊടുക്കുന്നത് എന്താണ്, 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, യു ആർ നോട്ട് എലിജിബിൾ ഫോർ വോട്ട്, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ, ഇപ്പോൾ ഒരാൾക്ക് 18 വയസ്സിന് മുകളിലാണ് എങ്കിൽ എന്ത് വരും, യു ക്യാൻ വോട്ട് എന്ന് വരും. അപ്പോൾ എന്താവും, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അർഹത ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് കയറില്ല. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടിയും കടന്നു പോകാതെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഫോർ ഓൾട്ടറിങ്, ചേഞ്ചിങ് ദി നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര ഉണ്ട്, 2 ഉണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റും. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര ഉണ്ട്, 2 ഉണ്ട്. ഏതൊക്കെയാണ്, ഇഫും സ്വിച്ചും. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് 2 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഇഫും മറ്റൊന്ന് സ്വിച്ചും ആണ്. അപ്പോൾ 2 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഇഫും സ്വിച്ചുമാണ് 2 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇഫും സ്വിച്ചും 2 ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഇഫ് തന്നെ നമുക്ക് എത്ര ഉണ്ട്, 4 തരത്തിലുണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലാണ്, ഒന്ന് ഇഫ്, ഒന്ന് സ്വിച്ച്. അതിൽ ഇഫ് തന്നെ എന്ത്, അപ്പോൾ ഇഫും സ്വിച്ചും 2 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഇഫ് തന്നെ നമുക്ക് എത്ര ഉണ്ട്, 4 തരത്തിലുണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 തരത്തിലാണ് നമ്മൾ പറഞ്ഞു, ഇഫും സ്വിച്ചും. ആ ഇഫ് തന്നെ എത്രയാണ്, 4 തരത്തിൽ. അപ്പോൾ 4 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇഫ്, ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, സ്വിച്ച്, എൽസ് ഇഫ്, പിന്നെ സ്വിച്ച്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, 5 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണെങ്കിൽ പറയുന്നതെങ്കിലും ഇഫിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, 4 ദെൻ സ്വിച്ച്, അങ്ങനെ 5 തരത്തിലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ എന്താണ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ പറഞ്ഞു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും, അല്ലേ? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇനൊന്ന് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുക്കുക, ഒരു ഡിസിഷൻ എടുക്കണം. എങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പല കാര്യങ്ങളും കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് കുട എടുക്കണോ? അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് ഇന്ന് മഴ പെയ്യുമോ, യെസ് ഓർ നോ, അതിനനുസരിച്ച് നമ്മൾ കുട എടുക്കുക, അല്ലേ? അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെടുക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ അവിടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂപ്പ് അല്ലെങ്കിൽ ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്
നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതേസമയം ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അതായത് ഇതിനെക്കാട്ടും വലുതാണോ, ഇന്ന് മഴ പെയ്യുമോ, ഇന്ന് അവിടെ പോകാൻ പറ്റുമോ, അവിടെയൊക്കെ നമുക്ക് എസ് ഓർ നോ എന്നുള്ള ഉത്തരമാണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഏതെങ്കിലും ഒരു സാധനം റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട്, ഇഫും സ്വിച്ചും. ആ ഇഫിന് ഡിഫറെൻറ്റ് ഫോംസ് 4 ഉണ്ട്. ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് 5. അങ്ങനെ മൊത്തം എത്ര ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, 5 ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എ സെറ്റ് ഓഫ് കണ്ടീഷൻ, അതായത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഇഫിൻ്റെ സിൻറ്റാക്സ്, എല്ലാത്തിൻ്റെയും സിൻറ്റാക്സ് ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കിൻ്റെയും സിൻറ്റാക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് പ്രോഗ്രാം എഴുതാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഈ സിൻറ്റാക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇഫിൻ്റെ സിൻറ്റാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇഫ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന എന്തിന് ബേസ് ചെയ്താൽ, ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട്. ഇഫ് ആ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുക, കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യുക, ഫ്ലവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ എഴുതേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയ ശേഷം ഫ്ലവർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കൊടുക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ചിലപ്പോൾ സിംഗിൾ ടെസ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ഒരു കണ്ടീഷനേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോജിക്കൽ എക്സ്പ്രഷൻ കൊടുക്കാം, എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ലെസ് ദാൻ സി. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, അതായത് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കണക്ട് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ കൊടുക്കാം. ഇനി ഈ ഫ്ലവർ ബ്രാക്കറ്റ് ഈ കേളി ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, സി ഔട്ട് ഗുഡ് മോർണിംഗ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒറ്റ ലൈനല്ലേ ഉള്ളൂ. അങ്ങനെ മാത്രമാണ് ഈ ഫ്ലവർ ബ്രാക്കറ്റ് നിർബന്ധമില്ല. ഇനി അഥവാ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അഥവാ അങ്ങനെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് എങ്കിൽ നമുക്ക് എന്താവശ്യമില്ല, ഈ ഫ്ലവർ ബ്രാക്കറ്റ് കമ്പൽസറി അല്ല. അതേസമയം ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഫ്ലവർ ബ്രാക്കറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് സിംഗിൾ കണ്ടീഷൻ കൊടുക്കാം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാം. ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫ്ലവർ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് കൊടുത്തിരിക്കണം, നമ്മൾ നിർബന്ധമായും ഫ്ലവർ ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഇഫ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു, ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ എവിടേക്ക് പോവും, ബോഡി ഓഫ് ദി ഇഫിലേക്ക് പോകും. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കയറും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്കും കയറില്ല, നമുക്ക് ഔട്ട്പുട്ടേ ഇല്ല. അതാണ് ഇഫിൻ്റെ വർക്കിംഗ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്കും കയറില്ല, അത് പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൽ കയറും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്കും കയറില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യൂ, 18 മാർക്കിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ പാസ്സായി. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻഡ് മെയിൻ കേളി ബ്രാക്കറ്റ്. ഇത്രയും നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെ അകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ദെൻ നമ്മുടെ അടുത്ത് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ എന്ന് പറയുന്നത് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളാണ്. എൻ്റർ യുവർ മാർക്ക്, നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യൂ എന്ന് പറയുന്നു. മാർക്ക് എൻ്റർ ചെയ്യുക, നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് CIN ഓപ്പറേറ്റർ. നമ്മൾ മാർക്ക് എൻ്റർ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, 18-നേക്കാട്ടും കൂടുതലാണോ, ആണ് എങ്കിൽ യു ഹാവ് പാസ്ഡ്. ഇപ്പോൾ 19 എനിക്ക് കിട്ടിയ മാർക്ക് എങ്കിൽ നമുക്ക് എന്ത് വരും, ഈ സി ഔട്ടിൽ നമ്മൾ പറഞ്ഞു, സി ഔട്ടിൽ നമ്മൾ എന്ത് ഡബിൾ കോട്ട്സ് കൊടുത്താലും അത് അതുപോലെ ഔട്ട്പുട്ട് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ 19 എൻ്റർ ചെയ്ത മാർക്ക് എങ്കിൽ എന്ത് റിസൾട്ട് കാണിക്കും, യു ഹാവ് പാസ്ഡ് എന്ന് കാണിക്കും. അഥവാ എനിക്ക് 17 കിട്ടിയ മാർക്കെങ്കിലോ, 17 ഇപ്പോൾ എന്ത് ചെയ്യും, എൻ്റർ യുവർ മാർക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ 17 എൻ്റർ ചെയ്തത്. അപ്പോൾ ഈ മാർക്കിൻ്റെ വാല്യൂ എത്രയായി, മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 17 അല്ലേ. 17 ഇവിടെ അപ്പോൾ എവിടെയൊക്കെ മാർക്കുണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ എന്തായി മാറി, 17 മാറി. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, 17 ഗ്രേറ്റർ ദാൻ 18 ആണോ, 17 18-നെക്കാട്ടും വലുതാണോ, അല്ല. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബോഡിക്കകത്തേക്ക് കയറുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അല്ല ഇപ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ ഫ്ലവർ ബ്രാക്കറ്റ് ഇടാത്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഫ്ലവർ ബ്രാക്കറ്റ് ഇട്ട് പോവുക കേട്ടോ, സിൻറ്റാക്സ് തെറ്റിക്കേണ്ട. ഇപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ബ്രാക്കറ്റിന് നിർബന്ധം ഇല്ല. അപ്പോൾ ആ മാർക്ക് ഞാൻ 17 എങ്കിൽ
17 ആണോ നോക്കി. ഈ കണ്ടീഷൻ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറുകയുള്ളൂ. കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്കും കയറില്ല, നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറയണോ. അപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് 20 മാർക്കാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റർ ചെയ്ത് 20 ആണെങ്കിൽ ഈ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് എന്തായി മാറുന്നത്, 20 മാറുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ മാർക്ക് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ എന്തായി മാറും, 20 മാറും. അപ്പോൾ 20 > 18 ആണോ നോക്കി. 20 18-നെക്കാട്ടും വലുതാണല്ലോ അല്ലേ. അപ്പോൾ അവിടെ കണ്ടീഷൻ ട്രൂ ആണ്, യു ഹാവ് പാസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് വരും, പാസ്, യു ഹാവ് പാസ്ഡ് എന്നുള്ള റിസൾട്ട് വരും. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇഫിൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സേ വർക്ക് ചെയ്യുള്ളൂ, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. കാരണം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഒന്നിൻ്റെ അകത്തേക്കും കയറില്ല, പുറത്തേക്ക് വരും. അതേസമയം നമുക്ക് ഇഫ് എൽസിൻ്റെ സിൻറ്റാക്സിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്താണെങ്കിൽ ഇഫ് എൽസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ കൊടുക്കും, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ് എങ്കിൽ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ദെൻ എൽസ്. അടുത്ത രണ്ടാമത്തെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 സെമിക്കോളൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നേരത്തെ നോക്കിയ സമയത്ത് ഇഫിന് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇത് സിമ്പിൾ ഇഫ് ആയിരുന്നു. ഇപ്പോൾ ഇഫ് എൽസ് വന്നില്ലേ, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കേർലി ബ്രാക്കറ്റ് തുറന്നു, അവസാനിപ്പിച്ചു. ഈ ഇഫിന് എൽസും കൂടെ വന്നു. ഇഫ് എൽസ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 കേർലി ബ്രാക്കറ്റ് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുക. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് വർക്ക് ചെയ്യണം, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഇഫ് എൽസ് വെച്ച് എഴുതാൻ പറ്റും. നമ്മളിവിടെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നില്ല. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, കേർലി ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, അടുത്ത് എൽസ് കേർലി ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എന്താണ്, യു ഹാവ് ഫെയിൽഡ്. കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, റിട്ടേൺ 0. അപ്പോൾ നേരത്തെ ആണെങ്കിൽ എനിക്ക് 18 മാർക്കിൻ്റെ മുകളിൽ മാത്രമാണെങ്കിൽ ഔട്ട്പുട്ട് കാണില്ലായിരുന്നു അല്ലേ. അതേസമയം ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, എൻ്റർ യുവർ മാർക്ക് കൊടുത്തു, ഞാൻ 20 കൊടുത്തു. അപ്പോൾ ഈ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്തായി മാറി, 20 മാറി. 20 > 18 ആണെന്ന് നോക്കി. 20 > 18 ആണല്ലോ, ആണ്. യു ഹാവ് പാസ്ഡ്. ഇതിൻ്റെ അകത്തേക്ക് കയറുന്നേ ഇല്ല അല്ല, യു ഹാവ് പാസ്ഡ് പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പം നമുക്ക് എന്ത് കാണിക്കും, റിസൾട്ട് യു ഹാവ് പാസ്ഡ് എന്നുള്ള റിസൾട്ട് കാണിക്കും. അപ്പം ഇതിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നേരത്തെ നമ്മൾ നോർമൽ എക്സിക്യൂഷനിൽ എന്ത് പറഞ്ഞു, പ്രോഗ്രാമിൽ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെയും കടന്നു പോകുന്നു. ഇവിടെയാണെങ്കിൽ എൻ്റെ മാർക്ക് 20 ആണ് എങ്കിൽ എവിടേക്ക് കയറില്ല, ഈ എൽസിൻ്റെ ഈ ഭാഗത്തേക്കേ കയറുന്നില്ല, ഇവിടെ വെച്ച് പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇനി നെക്സ്റ്റ് ടൈം എൻ്റർ യുവർ മാർക്ക് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റർ ചെയ്ത മാർക്ക് 15 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്തായി മാറി, 15 മാറി. അപ്പോൾ ഈ മാർക്കിൻ്റെ വാല്യൂ എവിടെയൊക്കെ മാർക്ക് എന്നുള്ള വേരിയബിൾ ഉണ്ട് അതിൻ്റെയൊക്കെ വാല്യൂ എന്തായി മാറി, 15 മാറി. 15 > 18 ആണോ നോക്കി. കണ്ടീഷൻ എന്താണ്, ഫാൾസ് ആണ് അല്ലേ. 15 18-നെക്കാട്ടും വലുതല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, അതായത് ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൽ 1ലേക്ക് വരുള്ളൂ. ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്ക് വരും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1ലേക്കും, ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ മാർക്ക് എത്രയാണ്, 15 ആണ്. 15 > 18 ആണ്. കണ്ടീഷൻ ഫാൾസ് ആണ്, 15 18-നെക്കാട്ടും വലുതല്ല. അപ്പോൾ എവിടെ കയറില്ല, ഇതിലേക്ക് കയറില്ല, നേരെ അതിൻ്റെ എവിടേക്ക് വരും, എൽസ് പാർട്ടിലേക്ക് വരും. യു ഹാവ് ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് തരും. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്തേക്ക് കയറി കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടെ കയറില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് കയറുന്നില്ല, ഇതിനെ സ്കിപ്പ് ചെയ്തു അല്ലേ, നേരെ ഇവിടേക്ക് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നോർമൽ എക്സിക്യൂഷൻ ഒരു പ്രോഗ്രാമിൽ എല്ലാ ലൈനിൽ കൂടെ കടന്നു പോകുന്നത് നോർമൽ എക്സിക്യൂഷൻ. ഇടയ്ക്കുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യും. നോർമൽ എക്സിക്യൂഷൻ പറയുന്നത് ഒരു പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടെയും കമ്പൈലർ കടന്നു പോകുന്നതിനെയാണ് നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ആ നോർമൽ എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി, ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിളാണ് ഇഫ്.
ഇഫ് നമ്മൾ നോർമൽ എക്സിക്യൂഷൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ കടന്നു പോകുന്നില്ല. ഇഫ് എൽസിൻ്റെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് അത് സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ നോർമൽ എക്സിക്യൂഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരത്തിലുണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്, ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷന് ബേസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ. അവിടെ ട്രൂ ആണോ ഫാൾസ് ആണോ ഗ്രേറ്റർ ആണോ ലെസ് ആണോ അങ്ങനെയുള്ള ചെക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അതേസമയം ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എത്ര ഉണ്ട്? മെയിൻലി 2 ഇഫും സ്വിച്ചും. ആ ഇഫിന് ഡിഫറെൻറ്റ് വകഭേദങ്ങളാണ്. ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, പിന്നെ രണ്ടാമത്തേതായ സ്വിച്ചും. പിന്നെ ഇഫിൽ തന്നെ നമ്മൾ 4 പഠിക്കണം. ആദ്യത്തെ ഇഫ് സിമ്പിൾ ഇഫാണ്. അവിടെ നമ്മൾ എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് പോകും. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്കും പോകില്ല, പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരും. അതേസമയം ഇഫ് എൽസിലാണെങ്കിൽ എങ്ങനെയാണ്? അവിടെ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കയറുന്നു. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്ക് പോകും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 പോകും. പക്ഷേ സിമ്പിൾ ഇഫിൽ അത് പോവോ? ഇല്ല. ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 കയറുമോ നോക്കും. ഫാൾസ് ആണെങ്കിൽ അതിൽ കയറില്ല, പുറത്തേക്ക് വരും. അതേസമയം ഇഫ് എൽസിലാണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 വരും. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എവിടേക്ക് പോകും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 പോകും. അപ്പോൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ.